നമസ്കാരം. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും അടക്കം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സ്ഥലങ്ങളിലും നാളെ വോട്ടെണ്ണുകയാണ്. ആകാംക്ഷാഭരിതരായിട്ടാണ് ഇരുമുന്നണിക്കാരല്ല, കേരളത്തിൽ 3 മുന്നണിക്കാരും മറ്റ് സ്ഥലങ്ങളിൽ 2 മുന്നണിക്കാരും കാത്തിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയും NDA മുന്നണിയും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും കാത്തിരിക്കുന്നതും, അതേപോലെ ഉത്തർപ്രദേശിൽ 10 സീറ്റുകളിൽ നടക്കുന്ന മത്സരത്തിലും കേരളത്തിൽ നടക്കുന്ന 3 മത്സരത്തിലുമെല്ലാം കാത്തിരിക്കുകയാണ്. കേരളത്തിൽ NDA മുന്നണിയും BJP മുന്നണിയാണ് NDA മുന്നണി, കോൺഗ്രസ് മുന്നണിയാണ് UDF, LDF ആണ് CPM മുന്നണി. അങ്ങനെ 3 മുന്നണികളാണ് കാത്തിരിക്കുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാലക്കാട് എന്നെ സംബന്ധിച്ചിടത്തോളം 3 സ്ഥാനാർത്ഥികളുമായി നേരിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ് ഞാൻ. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെ അതുവരെ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അദ്ദേഹം ക്രൈമിൻ്റെ ഓഫീസ് കത്തിച്ച കാര്യത്തിൽ അദ്ദേഹമാണ് എടുത്തിട്ട് അലക്കി നമ്മുടെ മുഹമ്മദ് റിയാസിനെ അടിച്ച് തകർത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോട് പ്രത്യേക താല്പര്യമുണ്ട്. എന്നാൽ നേരിട്ട് ബന്ധമുള്ള നല്ല സൗഹൃദമുള്ള ഒരാളാണ് കൃഷ്ണകുമാർ. ഞാൻ ഇത്തവണ ഒരു സ്ഥാനാർത്ഥിയുടെ മാത്രമാണ് ഇൻ്റർവ്യൂ എടുത്തത്. 1 മണിക്കൂറോളം നീണ്ട ഇൻ്റർവ്യൂ എടുത്തു. അതിനു മുമ്പ് നല്ലൊരു ബന്ധമുള്ള ഒരാളാണ് കൃഷ്ണകുമാർ. BJPയിൽ ജനകീയ മുഖം ആണ്. അതേപോലെ തന്നെയാണ് സരീൻ. ഞാൻ തൃശ്ശൂർ ഉള്ള സമയത്താണ് മുരളീധരൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ കണ്ടതും തുടർന്ന് അദ്ദേഹമായി നല്ല സൗഹൃദം സ്ഥാപിച്ചതും. എന്നാൽ ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത്തവണ 3 മുന്നണിയിൽ ആര് വിജയിക്കും? കഴിഞ്ഞ തവണ വരെ ഷാഫി പറമ്പിൽ വിജയിച്ച സീറ്റാണിത്. മെട്രോമാൻ ശ്രീധരൻ മത്സരിച്ചിട്ട് പോലും 3900ഓളം വോട്ടിന് ജയിച്ച് അവിടെ നിന്ന് മറികടന്നിട്ടാണ് അദ്ദേഹം ഇവിടെ നിയമസഭയിലെത്തിയത്. പിന്നീട് പാർലമെൻറ്റിലേക്ക് വടകരയിൽ മത്സരിക്കേണ്ട ആവശ്യം വന്നുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഇലക്ഷൻ വന്നത്. അപ്പോൾ അങ്ങനെയുള്ള വടകരയിൽ എന്താണ് സ്ഥിതി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ആദ്യം അവിടെ വോട്ടിംഗ് കഴിഞ്ഞ ആ സന്ദർഭത്തിൽ തന്നെ സുരേന്ദ്രൻ ഇട്ട പോസ്റ്റ്, ഞങ്ങൾ തൃശ്ശൂരിന് ശേഷം പാലക്കാടും ഇങ്ങോട്ട് എടുത്തു എന്നുള്ള രൂപത്തിലേക്കാണ് പറഞ്ഞതെങ്കിലും അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പാലക്കാട് BJP കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് മൊത്തം പോളിംഗ് നടന്നിരിക്കുന്നത് 67.64%. അതായത് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 79,000 വോട്ടാണ് നടന്നതെങ്കിൽ പോൾ ചെയ്തെങ്കിൽ ഇത്തവണ 77,320 വോട്ടാണ് പോൾ ചെയ്തിരിക്കുന്നത്. 67% എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള പോളിങ്ങിൻ്റെ 75.24%. അതിൽ നിന്ന് ഏകദേശം 7.25% വോട്ട് പിന്നോട്ടടിച്ചു എന്നർത്ഥം. അതായത് 7.25% എന്ന് പറയുമ്പോൾ 1,14,000 വോട്ടാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ളത്. അതിൽ 77,320 വോട്ട് പോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ പോൾ ചെയ്ത സംഭവത്തിൽ 4 ബൂത്തിൽ മാത്രമാണ് 80% മേതെ BJP കേന്ദ്രങ്ങളിൽ വോട്ട് ചെയ്തിട്ടുള്ളത്. മൊത്തം 52 വാർഡുകളാണുള്ളത്. അതിൽ 26 അതിൽ 66 ബൂത്തുകളോളം BJP ശക്തി കേന്ദ്രങ്ങളാണ് ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷേ അവിടെയൊക്കെ തന്നെ വോട്ട് വളരെ താഴേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതായത് 60%, 62% ഒക്കെയാണ് പോൾ ചെയ്തിരിക്കുന്നത്. 4 സ്ഥലത്ത് മാത്രമാണ് 80% മേതെ പോൾ ചെയ്തിട്ടുള്ളൂ എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. കൽപ്പാത്തി, ശേഖരപുരം, അയ്യപ്പുരം അങ്ങനെ തുടങ്ങിയുള്ള കൽമണ്ഡലം തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പോളിംഗ് വളരെ പിന്നോട്ട് പോയി എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് പോയി. അതായത് 67.64% താഴുക പറഞ്ഞാൽ 7.25% കുറഞ്ഞു എന്ന് പറയുന്ന വലിയ ഒരു മാർജിൻ തന്നെയാണ് BJP കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് വീഴ്ച. മുനിസിപ്പാലിറ്റി ഏരിയയിലും എല്ലാം കൂടെ ആയിട്ട് ഒരു 6,000-ഓളം ക്രിസ്ത്യൻ വോട്ടുണ്ട്. അതിൽ 1,900-ഓളം ലാറ്റിൻ കത്തോലിക്കരാണുള്ളത്. അവർ മാത്രമാണ് മാറി ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർ. അതിൽ 1,000 വോട്ട് BJP കിട്ടി എന്ന് തന്നെ കരുതിയാലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഈക്വൽ ഫൈറ്റിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം. അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 10,000 വോട്ട് ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയുന്ന കൃഷ്ണകുമാറിൻ്റെ അവകാശവാദം നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല BJPക്കുള്ളിൽ നിന്ന് തന്നെ സരിന് കുറേ വോട്ട് ചെയ്തു എന്ന് പറയുന്നതും, അതേപോലെ കുറേ വോട്ടുകൾ ഇവിടെ സന്ദീപ് വാര്യരുടെ എഫക്റ്റ് കാരണം നല്ലൊരു ശതമാനം വോട്ട്
രാഹുൽ മാങ്കൂട്ടത്തിന് ചെയ്തു എന്നുള്ള വിവരങ്ങളുമാണ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണ ഈക്വൽ ഫൈറ്റ് എന്നുള്ള നിലയിൽ ലോക്സഭാ ഇലക്ഷൻ 490ഓളം വോട്ടാണ് കൃഷ്ണകുമാറിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഒരു 1000ഓളം വോട്ട് ഭൂരിപക്ഷം ഉണ്ടാകാൻ സാധ്യത. കാരണം ഈ ക്രിസ്ത്യൻ വോട്ടിലെ ഒരു 1000ഓളം വോട്ട് മറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെയെല്ലാം കൂടി വരുമ്പോൾ 1500 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാക്സിമം കിട്ടാൻ പോകുന്നത്. എന്നാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം അവിടെ 1000 വോട്ട് UDF അനുകൂലമായിട്ട് മാറുമെന്നുള്ള വിവരമാണ് എനിക്കിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് 1000ഓളം വോട്ട് നമ്മുടെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ BJPക്കല്ല UDF അനുകൂലമായി മാറുന്നു. അതേ സമയത്ത് CPM കുറച്ച് കൂടുതൽ വോട്ട് പിടിക്കാൻ പോകുന്നു. കഴിഞ്ഞ ശേഷം 10000 വോട്ടുള്ളത് 13000 വോട്ടായി മാറുന്നു. അത് BJPയിൽ നിന്നാണ് ഇങ്ങോട്ട് മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ തന്നെ ഏറ്റവും ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം വെണ്ണക്കര, നൂറാണി, മേലക്കര, ഒതുങ്ങോട്, പിന്നെ തിരുവനല്ലായി, മേൽപ്പറമ്പ്, മേലാമ്പറമ്പ്, ഭാരതമാത തുടങ്ങിയുള്ള ഏരിയകളിൽ ഒലവക്കോട്, ചുണ്ണാമ്പുതറേൻ്റെ ഈ ഭാഗത്തുള്ള മലമ്പുഴയുടെ ബോർഡർ വരെയുള്ള കൽമണ്ഡപം, ഇന്ദ്രപ്രസ്ഥ, ചാണക്യ, തെക്ക് ഭാഗം തുടങ്ങിയിട്ടുള്ള ഈ ഭാഗങ്ങളെല്ലാം തന്നെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ആ ഭാഗങ്ങളെല്ലാം കൂടെ എല്ലാ ഭാഗവും തന്നെ BJPക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വോട്ടിംഗ് ആണ് നടന്നത്. ഏകദേശം ഈ സ്ഥലങ്ങളിലൊക്കെ 80% മേലെ വോട്ട് പോൾ ചെയ്തു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും BJPക്കെതിരെയുള്ള വോട്ടിംഗ് തന്നെയാണ്. 26 സ്ഥലങ്ങളിൽ വാർഡുകളിൽ ശക്തമായിട്ടുള്ള വോട്ട് BJPക്കെതിരെ നടന്നു എന്ന് തന്നെയാണ് അവിടെ നിന്ന് വിവരം. അതായത് 80% വരെ പല ബൂത്തുകൾ 80-85% വരെ പല ബൂത്തുകളിൽ മുസ്ലിം ഏരിയയിലെ വോട്ടുകൾ പോൾ ചെയ്തു. അത് UDF അനുകൂലമാണ് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ വോട്ടിങ്ങിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ 1000 വോട്ടോളം 1000-നും 2000-നും ഇടയിലുള്ള വോട്ട് കോൺഗ്രസിന് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വരും എന്നുള്ളതാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നത് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ജയിക്കും, ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറയും ഇൻ്റലിജൻസ് റിപ്പോർട്ട് ക്രൈം പുറത്തുവിട്ടിരുന്നു. അത് കൃത്യമായി തന്നെ പിന്നീട് സത്യസന്ധമായി മാറുകയുണ്ടായി. അതിൽ ആലത്തൂരിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം K രാധാകൃഷ്ണൻ ജയിക്കുമെന്നുള്ള വിവരം വന്നിട്ട് അത് ക്രൈം പുറത്തുവിടുകയുണ്ടായി. അത് കൃത്യമായിരുന്നു ലോക്സഭാ ഇലക്ഷനിൽ. ബാക്കി 18 സ്ഥലങ്ങളിൽ ആറ്റിങ്ങലിൽ ഈക്വൽ ഫൈറ്റാണെന്ന് പറഞ്ഞതും കൃത്യമായി വന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും UDF വിജയിക്കുമെന്നായിരുന്നു ക്രൈം പുറത്തുവിട്ട വാർത്ത. അത് 100% സത്യസന്ധം. അതേപോലെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റായ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 1000ഓളം വോട്ട് BJPക്കല്ല UDF അനുകൂലമായി വരുന്നു എന്നുള്ളതാണ്. പിന്നീട് നമുക്കറിയാം 26,000ഓളം വോട്ടുള്ള പിരിയാരി പഞ്ചായത്തിൽ അവിടെ ഇനി നോക്കേണ്ടത് 3 പഞ്ചായത്തുകളാണ്. ഈ 3 പഞ്ചായത്തുകൾ 3-ാം സ്ഥാനത്താണ് BJP നിൽക്കുന്നത്. 2-ാം സ്ഥാനത്താണ് ഒന്നുകിൽ കോൺഗ്രസ്, അല്ലെങ്കിൽ 2-ാം സ്ഥാനത്താണ് അല്ലെങ്കിൽ CPM. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3-ാം സ്ഥാനത്തുള്ള BJPയും 1-ാം സ്ഥാനത്തുള്ള കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം പെരിയാരി പഞ്ചായത്തിൽ മാത്രം 6000-7000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അപ്പോൾ 7000 ഇവിടെ 6000 വോട്ട് കൂട്ടാം. അതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് 5000-6000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പെരിയാരി പഞ്ചായത്തിൽ UDFന്. അങ്ങനെ വരുമ്പോൾ ഇവിടെ BJPക്ക് അനുകൂലമായിട്ട് കിട്ടുമെന്ന് അവകാശപ്പെടുന്ന അവരുടെ ഏരിയയിൽ നിന്ന് കിട്ടുന്ന വിവരപ്രകാരം ഒരു 1500-2000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർ നേടുമെന്ന് പറയുമ്പോൾ അത് മറികടക്കാൻ പെരിയാരി പഞ്ചായത്ത് മാത്രം മതി. അപ്പോൾ അവിടെ ഒരു ബാക്കി 4000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായി മാറുന്നു. അതല്ല, ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം 1000-2000 വോട്ടാണ് മുനിസിപ്പാലിറ്റി ഏരിയയിൽ UDFന് കിട്ടുന്നതെങ്കിൽ പെരിയാരി പഞ്ചായത്തിനും കൂടി കിട്ടുമ്പോൾ 8000 വോട്ടായി. അവിടെ CPMന് 1-2 എന്നുള്ള സ്ഥാനം അവിടെ പ്രശ്നമല്ല. കാരണം അവർക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ 10000 വോട്ടിൽ അപ്പുറത്തേക്ക് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അപ്പം അവർ എന്തായാലും എങ്ങനെ തലകുത്തി പറഞ്ഞാൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല. അതേസമയത്ത് 2-ാം സ്ഥാനത്തോ 1-ാം സ്ഥാനത്തുള്ള UDFും 3-ാം സ്ഥാനത്തുള്ള BJP എന്നുള്ള വ്യത്യാസമാണ് ഇവിടെ കണക്കൂട്ട്, വലിയ വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 6000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരമുള്ളത് 8000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിട്ട് മൊത്തം മാറുന്നു. പിന്നീട് നമുക്ക് മാത്തൂർ പഞ്ചായത്തിലാണ്. മാത്തൂർ പഞ്ചായത്തിൽ BJPയും അതേപോലെ അവിടെ മാത്തൂർ പഞ്ചായത്തിലും കോൺഗ്രസ് 1-ാം സ്ഥാനത്തേക്ക് വരാനാണ് സാധ്യത.
അവിടെയും ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ആവറേജ് 4000 വോട്ടിൻ്റെ അടുത്ത് വരും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന കണക്ക് പ്രകാരം ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിലെയും പരിയാരി പഞ്ചായത്തിലെയും ഇവിടെ മാത്തൂരും കൂടെ 12000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായി. നമ്മൾ മിനിമം 10000 വോട്ട് ഭൂരിപക്ഷം കൂട്ടാം. പിന്നെ കണ്ണാടി പഞ്ചായത്തിലേക്ക് കടന്നാലും ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കുന്നത്. കാരണം സി പി എം 1ാം സ്ഥാനത്ത് വരാവുന്ന സ്ഥലമാണ് കണ്ണാടി പഞ്ചായത്ത്. ചിലപ്പോൾ ഒത്തിരി കൂടുതലും കിട്ടാൻ സാധ്യതയുണ്ട്. അവിടെ ആണെങ്കിൽ പോലും 2000 വോട്ട് 3000 വോട്ടിൻ്റെ വ്യത്യാസം ബി ജെ പിയും കോൺഗ്രസും തമ്മിലുണ്ടാവുന്നുണ്ട്. അപ്പം കൃത്യമായി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ 12000 to 15000 വോട്ട് ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നു. 15000-ഓളം വോട്ട്, ചിലപ്പോൾ അത് 18000 വരെ വോട്ട് ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുമെന്നുള്ള വിവരമാണ് പറയുന്നത്. മിനിമം 10000-ൽ വേറെ വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വിജയിക്കുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായി പറയുന്നു. മാത്രമല്ല ബി ജെ പി കണക്കൂട്ടൽ പ്രകാരം അവിടുത്തെ ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ആവറേജ് 2000 വോട്ടാണ് അവരുടെ കണക്ക് പ്രകാരം കിട്ടാൻ പോകുന്നത്. ആ 2000 വോട്ട് അല്ലാതെ കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ പാലക്കാട് ശ്രീധരൻ 6000 വോട്ടിൻ്റെ ഭൂരിപക്ഷം പിടിച്ചെങ്കിൽ ഇവിടെ കൃഷ്ണകുമാർ 2000 വോട്ടിൻ്റെ മാക്സിമം ഭൂരിപക്ഷമേ പിടിക്കാൻ സാധ്യതയുള്ളൂ എന്ന് അവരുടെ കണക്ക്. എന്നാൽ ഇൻ്റലിജൻസ് പ്രകാരം ഇവിടെ ബി ജെ പി അല്ല കോൺഗ്രസ്സാണ് പിടിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു 10000-ന് മേലെയുള്ള 10000-നും 15000-നും ഇടയ്ക്കുള്ള ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വന്ന വിവരം, ഇൻ്റലിജൻസ് റിപ്പോർട്ട്. ഇതൊക്കെ നാളെ നമ്മൾ പെട്ടി തുറന്ന് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൃഷ്ണകുമാറിനോടും ആയാലും അതേപോലെ സരിൻ എനിക്ക് കോൺഗ്രസിലെ നിന്ന് CPM ചാടിയതിലൊക്കെ വളരെ ശരിയല്ലാത്തൊരു തീരുമാനമാണ് അദ്ദേഹം എടുത്തത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനുമായി നല്ല സൗഹൃദ ബന്ധമാണ്. അദ്ദേഹം കോൺഗ്രസിൽ തന്നെ നിന്നുകൊണ്ട് അടുത്ത ഇലക്ഷനിൽ അദ്ദേഹം നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു മന്ത്രിസ്ഥാനം തന്നെ കിട്ടാൻ സാധ്യതയുള്ള കഴിവുള്ള ഒരാളാണ് സരിൻ. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടും അതേപോലെ അദ്ദേഹം ഒരു ഡോക്ടറാണ്, MBBS ഡോക്ടറാണ്, അതേപോലെ സിവിൽ സർവീസ് എഴുതിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ എല്ലാം കൊണ്ടും അക്കാഡമിക്കായിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ക്വാളിറ്റി ഉള്ള ആളാണ്. പക്ഷേ അതിവിടെ വോട്ടായി മാറുന്നില്ല. മാത്രമല്ല അത് അദ്ദേഹത്തിന് ദോഷം ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ തകർക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ ജീവിതം അദ്ദേഹത്തിൻ്റെ ഇതോടുകൂടെ ചിലപ്പോൾ തകർന്നു പോകാനും സാധ്യതയുണ്ട്. അതേസമയത്ത് നമ്മുടെ സന്ദീപ് വാര്യരുടെ എഫക്റ്റ് എത്രമാത്രമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. സന്ദീപ് വാര്യർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ BJPക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു 10,000-2500 വോട്ട് മറഞ്ഞ് ഈ കോൺഗ്രസ്സിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതേപോലെ തന്നെ CPMലേക്ക് അതിൻ്റെ ഈ കൃഷ്ണകുമാറായിട്ടുള്ള വിരോധം കാരണമുള്ള വോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നു. CPMൻ്റെ അവസാനത്തെ പത്രപരസ്യം കാരണം ഉണ്ടായിട്ടുള്ള തിരിച്ചടി ഇങ്ങോട്ട് തിരിച്ച് പോകുന്നു എന്ന് പറയും. അതായത് സിറാജ് പത്രത്തിലും അതേപോലെ സുപ്രഭാതം പത്രത്തിലും വന്ന പരസ്യം തിരിച്ച് CPM അണികളിൽ നിന്നുള്ള വോട്ട് ബൾക്കായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് വോട്ടിംഗ് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ കാരണമാണ് വോട്ട് ഇറങ്ങുന്നത്. സന്ദീപ് വാര്യർ വന്നപ്പോൾ കുറേ BJP പ്രവർത്തകർ RSSും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ഇറങ്ങിയെങ്കിലും ഉള്ളിലുള്ള വോട്ട് മറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ കണക്കൂട്ടലെല്ലാം കണക്കൂട്ടി എത്തുമ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടൻ മിനിമം 10000-ന് മേലെ വോട്ടിന് ജയിക്കും എന്ന് തന്നെയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാപ്പാടെ നാളെ രാവിലെ വരെയുള്ളൂ നമ്മൾ കാത്തിരിക്കേണ്ടത്. ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായിട്ടുള്ളൊരു കണക്ക് പിണറായി വിജയന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ രാഹുൽ മാങ്കൂട്ടൻ ജയിക്കുമെന്ന് പറയുന്ന മാതിരി തന്നെ ചേലക്കരയിൽ ഒരു എപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് മാക്സിമം പോയാൽ ഒരു 3000-4000 വോട്ടിന് ചേലക്കര രമ്യ ഹരിദാസ് ജയിക്കുമെന്ന് പറയുന്നു. അതേപോലെ വയനാട്ടിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം 6 ലക്ഷത്തിന് മേലെ വോട്ട് പ്രിയങ്ക ഗാന്ധി പിടിക്കും. അങ്ങനെ വരുമ്പോൾ 4 ലക്ഷം വോട്ടിന് അവർ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെയാണ് കണക്കുകൾ വന്നിരിക്കുന്നത്. നന്ദി, നമസ്കാരം.